റെയ് മിസ്റ്റീരിയോയുടെ മുഖംമൂടി റെസ്സൽമേനിയയിൽ നഷ്ടമാകുമോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് നോക്കാം. അതുപോലെ റെസ്സൽമേനിയ 41ന്റെ ഡേറ്റ് ആൻഡ് ടൈമിനെ പറ്റിയും പറയാം. അതുകൂടാതെ NXT സ്പെഷ്യൽസിന്റെയും സമയം പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് റെയ് മിസ്റ്റീരിയോനെ പറ്റി പറയാം. റെയ് മിസ്റ്റീരിയോയുടെ മുഖംമൂടി റെസ്സൽമേനിയയിൽ റിമൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചില റൂമർ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റൂമർ വന്നത് എന്ന് വെച്ചാൽ റെയ് മിസ്റ്റീരിയോയ്ക്ക് റെസ്സൽമേനിയയിൽ കൺഫേം ചെയ്ത മാച്ച് കാരണമാണ്. അതായത് റെയ് മിസ്റ്റീരിയോയ്ക്ക് ഇപ്പോഴത്തെ ചാറ്റ് കേബിളിന്റെ പുതിയ ക്യാരക്ടറായ എൽ ഗ്രാൻഡെ അമേരിക്കാനോ ഈ ഒരു ക്യാരക്ടറുമായിട്ട് ഒരു മാച്ച് റെസ്സൽമേനിയയിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ച് നടക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറി ലൈൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു മാസ്ക് വേഴ്സസ് മാസ്ക് മാച്ച് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും എന്ന് പറയുന്നു. കൺഫേം ആയിട്ട് മാസ്ക് വേഴ്സസ് മാസ്ക് മാച്ച് നടക്കും എന്നല്ല, അതിന് ഒരു സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് മാച്ച് നടക്കുകയാണെങ്കിൽ ആ മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് റെയ് മിസ്റ്റീരിയോയുടെ മുഖംമൂടി പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ചാറ്റ് കേബിളിന്റെ ഇപ്പോഴത്തെ ക്യാരക്ടർ എല്ലാം സീറ്റ് ചെയ്താണ് വിൻ ചെയ്യുന്നത്. റോയിൽ വെച്ച് തന്നെ ഡ്രാഗൺ ലീയുടെ മാസ്ക് എല്ലാം റിമൂവ് ചെയ്താണ് ഡ്രാഗൺ ലീയെ തോൽപ്പിച്ചത്. അപ്പോൾ അതുപോലെ റെസ്സൽമേനിയയിൽ റെയ് മിസ്റ്റീരിയോയുടെ മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം റെയ് മിസ്റ്റീരിയോനെ തോൽപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല, ഞാൻ പറഞ്ഞതുപോലെ മാസ്ക് വേഴ്സസ് മാസ്ക് മാച്ച് നടക്കുകയാണെങ്കിൽ ആ മാച്ചിന്റെ റൂൾസ് തോൽക്കുന്ന റെസ്ലർ മാസ്ക് റിമൂവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ റൂൾസ് വെച്ച് നടക്കുകയാണെങ്കിൽ റെയ് മിസ്റ്റീരിയോയുടെ മുഖംമൂടി പോകാൻ ചാൻസ് കുറവാണ്. അതായത് ചാറ്റ് കേബിളിന്റെ മുഖംമൂടി ആയിരിക്കും റെയ് മിസ്റ്റീരിയോ വിൻ ചെയ്തതിന് ശേഷം ഊരിയെടുക്കുക. ഇത്തരത്തിൽ റൂൾസ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ ചാറ്റ് കേബിൾ റെയ് മിസ്റ്റീരിയോനെ ചീറ്റ് ചെയ്ത് മുഖംമൂടി ഊരിയെടുത്തുകൊണ്ട് മാച്ച് വിൻ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് റെയ് മിസ്റ്റീരിയോയ്ക്ക് മുഖംമൂടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന്. അപ്പോൾ നോക്കാം ഇവർക്ക് മാസ്ക് വേഴ്സസ് മാസ്ക് മാച്ചാണ് നടക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ അത്തരത്തിൽ മാച്ച് വന്നേക്കാം എന്നാണ് പറയുന്നത്. അത്തരത്തിൽ മാച്ച് വരാണെങ്കിൽ ചാറ്റ് കേബിളിന്റെ മുഖംമൂടി റെസ്സൽമേനിയയിൽ പോകും. അതൊരു സംഭവം തന്നെയായിരിക്കും. അതായത് ചാറ്റ് കേബിൾ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് എൽ ഗ്രാൻഡെ അമേരിക്കാനോ അത് ഞാനല്ല എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു സംഭവം എല്ലാം റെസ്സൽമേനിയയിൽ പൊളിയുമ്പോൾ ചാറ്റ് കേബിൾ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. അപ്പോൾ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മാസ്ക് വേഴ്സസ് മാസ്ക് മാച്ച് വരണം. ഇനി റെസ്സൽമേനിയ 41 എന്നാണ് നടക്കാൻ പോകുന്നത്, നമ്മൾക്ക് എപ്പോൾ കാണാൻ സാധിക്കും എന്നുള്ളതെല്ലാം പറയാം. അത് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് NXT പേപ്പറിയുടെ സമയം ഒന്ന് പറയാം. അതായത് റെസ്സൽമേനിയയ്ക്ക് മുൻപായിട്ട് NXT സ്പെഷ്യൽ നടത്താറുണ്ട്, NXT സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽസ് നമ്മൾക്ക് കാണാൻ സാധിക്കുക ഏപ്രിൽ 19 രാത്രി 10:30 അതും നെറ്റ്ഫ്ലിക്സിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ NXT കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ സമയം പറഞ്ഞത്. ഇനി റെസ്സൽമേനിയ 41ന്റെ സമയം പറയാം. റെസ്സൽമേനിയ 41, 19, 20 എന്നീ ഡേറ്റുകളിലാണ് നടക്കുന്നത്. നമ്മൾക്കിവിടെ 20, 21 എന്നീ ഡേറ്റുകളിലാണ് കാണാൻ സാധിക്കുക. അതായത് ഏപ്രിൽ 20 ഞായറാഴ്ച രാവിലെ 4:30 നെറ്റ്ഫ്ലിക്സിൽ റെസ്സൽമേനിയ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 20 ടെലികാസ്റ്റ് ചെയ്യുന്നത് നൈറ്റ് 1 ആണ്, റെസ്സൽമേനിയ നൈറ്റ് 1. റെസ്സൽമേനിയ നൈറ്റ് 2 ഏപ്രിൽ 21 തിങ്കളാഴ്ച രാവിലെ 4:30 ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിൽ. ഇത്രയും നാളൊക്കെ നമ്മുടെ വീഡിയോയിൽ സോണി സ്പോർട്സിന്റെ ലോഗോയൊക്കെ ആയിരുന്നു സമയം പറയുമ്പോൾ വെക്കാറ്. എന്തായാലും റെസ്സൽമേനിയ നമ്മൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കും. 2 ഷോയും 4:30 ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക. അപ്പോൾ റെസ്സൽമേനിയയുടെ സമയം ചോദിച്ചുകൊണ്ട് പലരും വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ റെസ്സൽമേനിയ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കാത്തവർക്ക് ചില ടെലഗ്രാം ചാനൽസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിൽ മാച്ച് എല്ലാം നമ്മൾ സിനിമ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. റോസ് മാക് ഡൗൺ എങ്ങനെയെല്ലാം സെർച്ച് ചെയ്താൽ മതിയാകും. അപ്പോൾ അത്തരത്തിലുള്ള ചാനൽസ് എല്ലാം ഓപ്പൺ ആകും നമ്മൾ സിനിമ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ റെസ്സൽമേനിയ 41 അതുപോലെ പറ്റാണെങ്കിൽ NXT സ്പെഷ്യൽസും കണ്ടു നോക്കാവുന്നതാണ്. അടിപൊളി മാച്ച് എല്ലാം അതിനുണ്ടാവും. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.